എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 75-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 75. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയപാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശു ആസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനനി കമനീയ കവയിത. എന്നൂടെ പറയാം. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയപാരാവാര പരിവഹതി സാരസ്വതം ഇവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. അല്ലയോ പാർവതീദേവി, നിൻ തിരുവടിയുടെ സ്തനക്ഷീരം, നിൻ തിരുവടിയുടെ സ്തന്യം മുലപ്പാൽ ഹൃദയത്തിങ്കൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി സാരാവഗ്രൂപ സാരസ്വതമോ എന്ന് തോന്നും വണ്ണം പെരുകി ഒഴുകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നുകൊണ്ടെന്നാൽ ദ്രവിഡ ശിശു കരുണാർദ്രയായ നിന്തിരൊടിയാൽ കൊടുക്കപ്പെട്ട ആ ക്ഷീരത്തെ പാനം ചെയ്തിട്ട് പ്രൗഢന്മാരായ കവികളുടെ മധ്യത്തിൽ ഒരു മനോഹരനായ കവിയായി ഭവിച്ചു. അപ്പം ഇവിടെ ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത്, പാർവതീ ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത് സരസ്വതീ ദേവിയുടെ സ്തന്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പാർവതീ ദേവിയുടെ ആ സ്തനക്ഷീരം ഹൃദയത്തിൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി ഒഴുകുന്നു. അത് സാരസ്വതമോ എന്ന് തോന്നും വണ്ണം പെരുകി ഒഴുകുന്നു എന്ന് വിചാരിച്ചാൽ എന്താണ്? സരസ്വതീ കടാക്ഷമുണ്ടെങ്കിൽ കവിത്വം ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പറയുന്നത്, അല്ലയോ പാർവതീ ദേവി, നിന്തിരുവടിയുടെ സ്തനക്ഷീരം ഹൃദയത്തിങ്കിൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി സാരാവഗ്രൂപ സാരസ്വതമോ എന്ന് തോന്നും വണ്ണം പെരുകി ഒഴുകുന്നു. അപ്പം അങ്ങയുടെ മുലപ്പാൽ ഹൃദയത്തിൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി സാരസ്വതമോ എന്ന് തോന്നും വണ്ണം പെരുകി ഒഴുകുന്നു എന്ന് കവിഭാവനയാണ്. എന്തുകൊണ്ടെന്നാൽ ദ്രവിഡ ശിശു കരുണാർദ്രയായ നിന്തിരൊടിയാൽ കൊടുക്കപ്പെട്ട ആ ക്ഷീരത്തെ പാനം ചെയ്തിട്ട് പ്രൗഢന്മാരായ കവികളുടെ മധ്യത്തിൽ ആ ഒരു മനോഹരനായ കവിയായി ഭവിച്ചു. എന്ന് വെച്ചാൽ ദേവിയുടെ ദയാവായ്പാൽ കൊടുക്കപ്പെട്ട ക്ഷീരത്തെ പാനം ചെയ്തിട്ട് ദ്രവിഡ ശിശു, ഇപ്പം ദ്രാവിഡകുലത്തിൽ ജനിച്ച ഒരു ശിശു എന്താണ്, അച്ഛൻ കുറച്ച് സമയത്തേക്ക് അച്ഛൻ അടുത്തില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് വിശന്ന് കരഞ്ഞപ്പോൾ പാർവതീദേവിയാണ് ആ കുഞ്ഞിന് പാല് കൊടുത്തത്. അപ്പം അങ്ങനെ ആ ക്ഷീരത്തെ, നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട ആ ക്ഷീരത്തെ പാനം ചെയ്തിട്ട് നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട ആ മുലപ്പാലിനെ കുടിച്ചിട്ട് പ്രൗഢന്മാരായ കവികളുടെ മധ്യത്തിൽ മനോഹരനായ കവിയായി ഭവിച്ചു, ഏറ്റവും ശ്രേഷ്ഠനായ കവിയായി ഭവിച്ചു. ആ കുഞ്ഞിന് കവിത്വമുണ്ടായത് ദേവിയുടെ സ്തന്യം കുടിച്ചിട്ടാണ്. ദേവീ സ്തന്യത്തെ മാധുര്യത്താൽ അമൃതരൂപേണയും ശുഭ്രവസ്ത്രത്താലും പ്രൗഢവനജനകത്വാലും സാരസ്വത രൂപേണയും വർണ്ണിക്കുന്നു. ഇപ്പം ദേവിയുടെ മുലപ്പാലിനെ മാധുര്യം കൊണ്ട് അമൃതമായും ശുഭ്രവർണ്ണം കൊണ്ട് സാരസ്വതം എന്ന് വെച്ചാൽ സരസ്വതീ ദേവിയാണ്, സരസ്വതീ ദേവിയായും വർണ്ണിക്കുന്നു. ഗിരിഗുഹയിൽ ത്യജിക്കപ്പെട്ട ദ്രവിഡ ശിശു എന്ന ബാലൻ്റെ കരച്ചിൽ കേട്ട് ദയവോടുകൂടി ശ്രീപാർവതി അവിടെ ചെന്ന് മുല കൊടുത്തു എന്നും അത് നിമിത്തം അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഒരു മഹാകവിയായി ഭവിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. അപ്പം ഗിരിഗുഹയിൽ, ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ ഉപേക്ഷിക്കപ്പെട്ടതല്ല, ആ കുഞ്ഞ് കുറച്ച് നേരം തൻ്റെ അച്ഛനിൽ നിന്നും കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അച്ഛൻ പോയതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞാണ് അച്ഛൻ എത്തിയത്. അപ്പം ആ സമയത്ത്, അച്ഛൻ അവിടെ ഇല്ലായിരുന്ന സമയത്ത് കുഞ്ഞിന് വിശന്നു, കുഞ്ഞ് വല്ലാതെ കരഞ്ഞു. അപ്പോൾ ആ കരച്ചിൽ കേട്ടിട്ട് വളരെ ദയവോടുകൂടി കരുണാർദ്രയായി ശ്രീപാർവതി അവിടെ ചെന്ന് മുല കൊടുത്തു എന്നും
അത് നിമിത്തം അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഒരു മഹാകവിയായി ഭവിച്ചുവെന്നും ഒരൈതിഹ്യമുണ്ട്. അപ്പം ദ്രവിഡ ശിശു ദ്രാവിഡ കുലത്തിൽ ജനിച്ച ശങ്കരപാദരാകുന്നു. ഈ സ്തോത്രത്തിൻ്റെ ആദ്യമുള്ള 41 ശ്ലോകം ആനന്ദലഹരി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പം ഇവിടെ ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത് സരസ്വതീ ദേവി തന്നെയാണ്. സരസ്വതീ കടാക്ഷം ഉണ്ടാകാൻ ദേവിയുടെ സ്തന്യം, സരസ്വതീ കടാക്ഷം എന്ന് പറയുന്നത് അറിവാണ്. അപ്പം ദേവിയുടെ തന്നെ ഒരംശമാണ് സരസ്വതീ ദേവിയും. അങ്ങനെ എന്താ പറയുന്നത്, നല്ല അറിവ് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സരസ്വതീ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കവിത്വമുണ്ടാകുകയുള്ളൂ. കവിത ചൊല്ലാനും പാടാനും എഴുതാനും സംഗീതം ആസ്വദിക്കാനും സംഗീതം ചൊല്ലാനും എല്ലാം എന്താ പറയുന്നത്, സരസ്വതീ ദേവിയുടെ കടാക്ഷം വേണം. ഇവിടെ സരസ്വതീ ദേവിയുടെ കടാക്ഷം എന്ന് പറയുന്നത് നിന്തിരുവടിയുടെ ദേവിയുടെ സ്തനക്ഷീരമാണ്. ദേവിയുടെ സ്തനക്ഷീരം എന്ന് പറയുന്നത് അമൃതാണ്. ആ അമൃത പ്രവാഹമാണ് സരസ്വതീ ദേവിയുടെ അനുഗ്രഹമായിട്ട് വരുന്നത്. തപസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സ്വാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.